ഇപ്പോൾ പരീക്ഷയുടെയൊക്കെ സമയമാണല്ലോ അല്ലേ? പരീക്ഷയുടെ സമയത്ത് നമ്മൾ കഴിക്കേണ്ട സാധനങ്ങളും കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ അതിനനുസരിച്ചിട്ട് അവരുടെ ഭക്ഷണവും മരുന്നിൻ്റെ ക്രമമൊക്കെ പാലിച്ചാൽ കൂടുതൽ നന്നായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജിഷ മേരി, ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. പരീക്ഷയുടെ സമയത്ത് ഒട്ടും കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് കപ്പ അല്ലെങ്കിൽ മരച്ചീനി. ഈ കപ്പയിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. കപ്പ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ്. നന്നായി വേവിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ നാവിലത് അലിഞ്ഞു പോകില്ലേ, അലിഞ്ഞു പോകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും. പക്ഷേ ഹ്യൂജ് എമൗണ്ട് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് ബ്രെയിൻ ഫാഗ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കുറച്ചിട്ട് ഒരു സ്ലീപ്പി മോഡിലേക്ക്, ഉറക്കം വരുന്ന മോഡിലേക്ക് അതിനെ കൊണ്ടുപോകും. നമുക്ക് തുമ്പ വെച്ച് കിളയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് എടുത്ത് പോക്കാനോ അല്ലെങ്കിൽ കല്ല് ചുമക്കാനോ ഒക്കെ അങ്ങനെയുള്ള ജോലികൾ ചെയ്യാനാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് മരച്ചീനി നല്ലതാണ്. പക്ഷേ നമ്മൾ ബ്രെയിൻ വെച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പരീക്ഷ പോലെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് തലേ ദിവസം ഒരു കാരണവശാലും കപ്പ കൊടുക്കരുത്, കഴിക്കരുത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ദിവസങ്ങളിൽ കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കരുത്. അടുത്ത വില്ലെന്ന് പറയുന്നത് കപ്പയുടെ കൂടെ നമ്മൾ കഴിക്കുന്ന മീൻകറിയാണ്. മീൻ നല്ലതാണ് കേട്ടോ, പക്ഷേ കറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള, പ്രത്യേകിച്ച് മുളകിൻ്റെ കാര്യം, അതായത് പിരിയൻ മുളക്, കുരുമുളക്, ഇടിയൻ മുളക്, ഏത് വകുപ്പിലുള്ള മുളകാണെങ്കിലും പഞ്ചൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ ഫിനോപ്രോപ്പീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പം ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേടി കൂട്ടും എന്നാണ് പറയുന്നത്. പരീക്ഷ എഴുതാനുള്ള പേടി കൂട്ടുകയാണ് ചെയ്യുക. അതായത് കുരുമുളകിന് നമ്മൾ പറയുന്ന നമ്മുടെ കുരുമുളക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് കാലത്തെ കപ്പൽ കയറി സായിപ്പിൻ്റെ നാട്ടിലേക്ക് പോയല്ലേ. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഈ കുരുമുളകിന് തമിഴിൽ പറയുന്ന പേരാണ് കറി എന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കുരുമുളക് ആഡ് ചെയ്തിട്ട് അവർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ഉണ്ടാക്കിയപ്പം അവരിട്ട പേരാണ് കറി എന്നുള്ളത്. ഇത് പഴയ ഈ തമിഴ് ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് അവർക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി, അതിൽ നിന്നാണ് നമുക്ക് പൊന്നും പണമൊക്കെ വന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ കുരുമുളക് ആണെങ്കിൽ പോലും, അതൊരു സ്പൈസിൽ വരുന്ന സംഗതി ആണെങ്കിൽ പോലും, കുരുമുളക് അടക്കമുള്ള ഈ പഞ്ചൻ ടേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ പേടി കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഈ സമയത്ത് കഴിക്കാതിരിക്കുക, കൊടുക്കാതിരിക്കുക. ഇനി കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്നുള്ളതാണ്. പാല് ഒരു കംപ്ലീറ്റ് ഫുഡാണെന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ പാല് വളരെ കോൺസെൻട്രേറ്റഡ് ഫോമിൽ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉറക്കം വരും. അപ്പോൾ എങ്ങനെ കൊടുക്കണം പാല്? നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിക്ക് വളരെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ പാല് കൊടുക്കുമ്പം പാല് പകുതി എമൗണ്ട് കൂടി വെള്ളം ചേർത്തിട്ട്, അതായത് ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 2 സമയത്തായിട്ട് ആ പാലും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം പഠിക്കാൻ ഉന്മേഷം തരുന്ന സംഗതിയാണ്. ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഭക്ഷണത്തിലെ ആ പോഷണക്കുറവൊക്കെ അത് പരിഹരിച്ച് പൊക്കോളും. പിന്നെയുള്ളത് തേനാണ്. തേനിൽ ചെറുതേൻ തന്നെ വേണം. അതായത് ചെറുതേൻ എന്ന് പറയുമ്പോൾ പൂക്കളിൽ നിന്ന് എടുക്കുന്ന തേനാണ് ചെറുതേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറുതേൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പൂക്കൾ നമ്മുടെ പ്രകൃതിയുടെ ഗർഭപാത്രമാണെന്നാണ് പറയുന്നത്. ഗർഭപാത്രം അതായത് യൂട്രസ് എന്ന് വെച്ചാൽ പ്രത്യുത്പാദന പ്രകൃതിയിൽ നമ്മുടെ ചെടികളും പുതിയ മരങ്ങളും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പൂക്കൾ നല്ല ഭംഗിയായിട്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി ദൈവം അവർക്ക് കൂടുതലുള്ള ടിപ്പിക്കലായിട്ടുള്ള എൻസൈംസും ഒരുപാട് പോഷണങ്ങളും അടങ്ങിയിട്ടുള്ള തേനാണ് ചെറുതേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറുതേൻ ചെന്ന് കഴിഞ്ഞാൽ ഇത് ബ്രെയിനിന് ഭയങ്കര ബൂസ്റ്റിംഗ് എഫക്റ്റ് ആണ്. പരീക്ഷാ കാലത്ത് സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുതേൻ എല്ലാ ദിവസവും കൊടുത്താൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് വണ്ടേഴ്സ്. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് 1 ടീസ്പൂൺ, കുറച്ച് ആഡംബരമായിക്കോട്ടെ, തേൻ അങ്ങോട്ട് കൊടുക്കുക. കുട്ടികളത് കഴിച്ചിട്ട് പോയാലും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെയുള്ളത് ചോക്ലേറ്റാണ്. ഈ ചോക്ലേറ്റ് ഒന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സംഗതിയല്ല കേട്ടോ. ചോക്ലേറ്റ്, അവക്കാഡോ, അതൊന്നും നമ്മുടെ നാട്ടിലല്ല ഉണ്ടായിരുന്നത്. ഇത് ആക്ച്വലി ഉണ്ടായിരുന്നത് USA-യിലായിരുന്നു. അപ്പോൾ സ്പെയിൻകാർ ഒരു സമയത്ത് USA പോയ സമയത്ത് USA-യിൽ പൂജാരികൾ, അതായത് ദൈവത്തെ, ഈ മത പുരോഹിതന്മാരുണ്ടല്ലോ, ദൈവത്തെ ആരാധിക്കാൻ അവരെ സഹായിക്കുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമാണ് അന്നത്തെ കാലത്ത് ചോക്ലേറ്റ് കൊടുത്തിരുന്നത് പോലും. അപ്പോൾ സ്പെയിൻകാർ പതുക്കെ ചെന്നത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ സ്പെയിൻകാർ പതുക്കെ അതിൻ്റെ സൂത്രമൊക്കെ മനസ്സിലാക്കി കൊണ്ടുവന്ന് യൂറോപ്പിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ അത് അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ചോക്ലേറ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ ഹാപ്പിനെസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഹാപ്പിനെസ് പ്രദാനം ചെയ്യുന്ന ഡൊപ്പമൈൻ്റെ ഉൽപ്പാദനം, ഹാപ്പി ഹോർമോണാണ് ഡൊപ്പമൈൻ, അതിൻ്റെ ഉൽപ്പാദനം കൂട്ടും. അതുപോലെ തന്നെ പരീക്ഷ പേടി അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സെറാട്ടോണിൻ എന്ന് പറയുന്ന സാധനത്തിനെ കുറച്ച് നിർത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ കുറയും, നമ്മുടെ സന്തോഷം കൂടും, നമുക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും.
അപ്പം ചോക്ലേറ്റ് നമ്മൾ തലേദിവസം കഴിക്കുക, അതുപോലെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു 1-2 അത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് 1-2 ബാർ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പോയിട്ട് പരീക്ഷ എഴുതാവുന്നതാണ്. ഞാനിത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ എഫക്റ്റ് പറയാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് കഴിക്കാൻ പാടില്ലാത്ത വേറൊരു ഫുഡ് എന്ന് പറയുന്നത് ഇഞ്ചി അതുപോലെ തന്നെ ഗാർലിക്. ഇത് രണ്ടും ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതായത് പണ്ട് ഈ നായന്മാർക്ക് നായർപ്പട അവർ യുദ്ധത്തിന് പോണതിന് മുൻപ് അവർക്ക് 116 തരം കറി കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കണം എന്നാണ്, സദ്യ കൊടുക്കണം എന്നാണ്. എന്താണ് ഈ 116 തരം കറി എന്ന് വെച്ചാൽ 108 കറിക്ക് തുല്യമാണ് അത്രേ നമ്മുടെ ഇഞ്ചിക്കറി. ഓക്കെ, അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇത്തിരി വെളുത്തുള്ളി ആഡ് ചെയ്യാറുണ്ട്. ഇഞ്ചിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പ്ലസ് 8 തരം കറിയും കൂടി കൂട്ടിയിട്ട് സദ്യ കൊടുക്കണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് വിട്ടാൽ എന്താന്ന് വെച്ചാൽ ഭയങ്കരമായ ദേഷ്യം ഉണ്ടാവും. നിങ്ങൾ കേട്ടില്ലേ ഇഞ്ചി തിന്ന കുരങ്ങെന്ന് കേട്ടില്ലേ? അതായത് ഇഞ്ചി കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇറിറ്റബിലിറ്റിയാണ്, മെൻ്റൽ ഫിസിക്കൽ ഇറിറ്റബിലിറ്റി. പരീക്ഷ പേപ്പർ അങ്ങോട്ട് കാണുമ്പോഴേക്കും ഇത് എന്തിനാണ് എഴുതുന്നത്, എന്ത് കാര്യത്തിനാണ് എഴുതുന്നത്, എനിക്ക് പഠിച്ചത് ഒന്നും ഓർമ്മയില്ല, ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ പേപ്പറൊക്കെ വലിച്ചെറിയിട്ടിട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇഞ്ചിക്കറി പരീക്ഷാ സമയത്ത് വേണ്ട. ഓക്കെ, പിന്നെ കഴിക്കേണ്ട വേറൊരു സാധനമാണ് നമ്മുടെ അയില, മത്തി എന്ന് പറയുന്ന 2 തരം മത്സ്യങ്ങൾ, നമ്മുടെ സാഡൈൻ, സാൽമൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മത്സ്യങ്ങൾ കാണുന്നത് ആഴക്കടലിലാണ്, കടലിൻ്റെ അടുത്തിട്ട് കാണുന്ന മത്സ്യങ്ങളാണ് ഇത് 2. അപ്പോൾ ഇവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അൺസാച്ചുറേറ്റഡ് അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ, അതായത് പോഷക ഗുണം കൂടുതലുള്ള സാധനങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒമേഗ 3, ഒമേഗ 6ഉം അവരുടെ ബോഡിയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ബ്രെയിൻ ബൂസ്റ്റേഴ്സാണ്. സോ ഇത് നമ്മൾ പരീക്ഷാ സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാരണവശാലും ഇത് വറുത്ത് കഴിക്കരുത്, കറി വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്, അത് പ്രത്യേകം ഓർക്കാം. അപ്പോൾ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ഇത് രാവിലത്തെ ഭക്ഷണത്തിലൊക്കെ അത് ഉൾപ്പെടുത്തുകയാണ് തന്നെ, അത് കഴിച്ചിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ രസമായിട്ട് പരീക്ഷ എഴുതാം. പിന്നെയുള്ളത് ഹോമിയോ മെഡിസിൻസ്. നമ്മുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒത്തിരി ഹോമിയോ മെഡിസിൻസ് ഈ സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. കാരണം ഇതിന് വേറെ പാർശ്വഫലങ്ങളൊന്നുമില്ല, വളരെ സേഫാണ്. അപ്പോൾ പരീക്ഷയ്ക്കുള്ള പേടി, പരീക്ഷ എഴുതാനുള്ള പേടി, ടെൻഷൻ, ഇതിനൊക്കെ മറികടക്കാനായിട്ട് ഒത്തിരി മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 ഞാൻ പറയാം. അതിലൊന്ന് ബ്രഹ്മിയാണ്. ബ്രഹ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന മെഡിസിനാണ്. ബാക്കോപ്പ മോണിയറി എന്നാണ് ഹോമിയോപ്പത്തിയിൽ അതിന് പറയുന്നത്. അതിന് പല പൊട്ടൻസീസ് ഉണ്ട്, 1x30, 200 ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നാൾ, എനിക്ക് തോന്നുന്നു എക്സാമിന് ഒരു 1 or 2 months ബാക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഇത്തിരി കോൺസെൻട്രേഷൻ കുറവുള്ള കുട്ടികളാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്, ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് വണ്ടേഴ്സ്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മശക്തി ഷാർപ്പായിട്ട്, ഇപ്പം ചോദ്യമൊക്കെ വായിച്ചിട്ട് നല്ല പ്രോസസ്സ് ചെയ്തിട്ട് ഉത്തരം എഴുതാനായിട്ട് ബ്രഹ്മി സഹായിക്കും. അപ്പോൾ അത് ഹോമിയോപ്പത്തിയിൽ അവൈലബിൾ ആണ്. ദെൻ നമുക്ക് കഴിക്കാവുന്നതാണ് ജെൽസീമിയം. ജെൽസീമിയം എന്ന് പറഞ്ഞാൽ പരീക്ഷ പേടിക്കുള്ള മെഡിസിനാണ്. നമ്മൾ സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഫിയർ, പരീക്ഷ എഴുതാവും, അയ്യോ ഞാൻ പരീക്ഷയ്ക്കില്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എഴുതാനുള്ള ധൈര്യമില്ല, അങ്ങനത്തെ കേസുകളിലൊക്കെ ജെൽസീമിയം 30-200 പൊട്ടൻസീസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെയുള്ളത് ലൈക്കോപോഡിയമാണ്. ലൈക്കോപോഡിയം എസ്പെഷ്യലി എല്ലാം പഠിച്ചു കഴിഞ്ഞു പക്ഷേ പരീക്ഷ എഴുതാൻ ധൈര്യമില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ഡോസ് ലൈക്കോപോഡിയം കൊടുത്താൽ, ലൈക്കോപോഡിയം 200 ഒക്കെയാണ് ഡോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്രൈറ്റക്കാർബിൻ്റെ 13-200 രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അതും ഒരു നിശ്ചിത അളവിൽ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, പഠിച്ചത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ കുറച്ച് നാൾ മുമ്പ് കൊടുത്തു തുടങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് കാലിഫോ 66 ആണ്. അതായത് ബ്രെയിൻ ഫാഗ്, നമ്മൾ നെർവ് ഫാഗൊക്കെ വന്നിട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് കാലിഫോ 66 യൂസ് ചെയ്യാം. അതെനസെറ്റൈവ ടിങ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെയുള്ള മെഡിസിൻ നമുക്ക് നല്ല ഉഷാറായിട്ട്, അതായത് ശരീരത്തിനൊരു പോർഷനും കൂടി കൊടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ആ പോർഷനുകൾ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനൊക്കെ സഹായിക്കുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് മെഡിസിൻസ് ഹോമിയോപ്പത്തിയിലുണ്ട്. ഹോമിയോപ്പത്തി മെഡിസിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും അതിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളുമില്ല, സേഫായിട്ട് കുട്ടികളെ പരീക്ഷ എഴുതാനായിട്ട് അത് സഹായിക്കും. സോ പരീക്ഷയുടെ സമയത്ത് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കാൻ ഓർക്കുക, കൊടുക്കേണ്ടാത്തത് കൊടുക്കാതിരിക്കുക. അത്യാവശ്യം ഇപ്പോൾ ഞാൻ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് ഹോമിയോപ്പതി മെഡിസിൻസിനെ പറ്റി പറഞ്ഞു. ഇൻ ഈച്ച് ആൻഡ് എവറി സിസ്റ്റം ഓഫ് മെഡിസിൻ നല്ല മെഡിസിൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ ദ exam time. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മീറ്റ് യുവർ ഫാമിലി ഡോക്ടർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഫുഡ് ആൻഡ് മെഡിസിൻ ഫോർ യുവർ കിഡ് ആൻഡ് ബി കോൺഫിഡൻറ്റ്, മേക്ക് ദം കോൺഫിഡൻറ്റ് ആൻഡ് റൈറ്റ് ദി എക്സാംസ് വെൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫലപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷ മേരി.